കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി, ആത്മാവിൽ ബലപ്പെടുവാനായി, പ്രാർത്ഥിക്കുവാനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 47 അധ്യായം 15 വാക്യം. മിസ്രയീം ദേശത്തും കനാൻ ദേശത്തും പണമില്ലാതായപ്പോൾ മിസ്രയീമ്യരൊക്കെയും ജോസഫിൻ്റെ അടുക്കൽ ചെന്ന്, ആഹാരം തരേണം, ഞങ്ങൾ നിന്റെ മുൻപിൽ കിടന്ന് മരിക്കുന്നത് എന്തിന്? ആമേൻ. പ്രിയമുള്ളവരെ, ആരായിരുന്നു ജോസഫ്? യാക്കോബിൻ്റെ 11ാമത്തെ മകനായ ജോസഫ്, തൻ്റെ അപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ. പക്ഷേ സ്വന്തം സഹോദരങ്ങളും വീട്ടുകാരും നാട്ടുകാരുമൊക്കെ ഉപേക്ഷിച്ച ഒരുവനായി മാറുന്നു. ഇവനെ കൊണ്ടിനിയും യാതൊന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവൻ, അടിമയായി ഈജിപ്തിലേക്ക് വിലയ്ക്ക് വിറ്റവനായ ജോസഫിനെ ഒരു രാജ്യത്തിൻ്റെ മുഴുവനും ധനകാര്യ കാര്യങ്ങളെ നോക്കി നടക്കുവാൻ തക്കവണ്ണം ജോസഫിനെ ദൈവം തിരഞ്ഞെടുക്കുകയായിരുന്നു, ഉയർത്തുകയായിരുന്നു. മനുഷ്യദൃഷ്ടിയിൽ ഇത് ആശ്ചര്യം തന്നെ. ഒരുപക്ഷെ ആ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള പരീക്ഷണങ്ങളായിരിക്കാം അവന്റെ ജീവിതത്തിൽ ഉടനീളം നാം കണ്ടത്. ആട്ടിക്കളഞ്ഞവർ, ഓടിച്ചു കളഞ്ഞവർ, അടിമയായി വിറ്റവർ തന്നെ ഇന്ന് അവന്റെ മുൻപിൽ കൈനീട്ടി നിൽക്കുകയാണ്. ആമേൻ. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മുടെയും ജീവിതം ഇത്തരം സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ, പ്രിയപ്പെട്ടവരുടെ പരിഹാസങ്ങളിലൂടെ, സ്നേഹിതരുടെ ദുഷിപ്പുകളിലൂടെ കടന്നുപോയിട്ടുണ്ടാവാം. നാട്ടുകാരുടെ പൊട്ടിച്ചിരികൾക്ക് നാം കാരണമായിട്ടുണ്ടാവാം. പ്രിയമുള്ളവരെ, വിശ്വസിക്കുക, ജോസഫിനെ ദൈവം ഉയർത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളുടെ മധ്യത്തിൽ നിന്നെ തമ്പുരാൻ കൈപിടിച്ചുയർത്തും. നിന്നെ നിന്ദിച്ചവർ തന്നെ നിന്നെ മാനിക്കുന്ന ഒരു സമയം ജീവിതത്തിൽ ഉണ്ടാകും. ആത്മീകമായ വരദാനങ്ങൾ നൽകുന്നതിനോടൊപ്പം ഭൗതികമായ വരദാനങ്ങളും നൽകുവാൻ തക്കവണ്ണം പ്രാപ്തനാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന സത്യേക ദൈവം. ആ വിശ്വാസത്തോടുകൂടി വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജോസഫിനെ പോലെ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ സംഗതിയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ധ്യാനിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.